ഹലോ ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. ഇന്നിപ്പോൾ 18ാമത്തെ നോമ്പുതുറയുടെ വിശേഷങ്ങളായിട്ടാണ് വന്നിരിക്കുന്നത്. ഷോർട്ട് വീഡിയോ അല്ല കേട്ടോ, ഒരു ലോങ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ആക്ച്വലി ഞാൻ ലോങ് വീഡിയോ അങ്ങനെ ഇട്ടിട്ടില്ല, ആകെ ഒരു വീഡിയോ മാത്രമേ ഇട്ടിട്ടുള്ളൂ. പക്ഷേ അതുപോലും ഒരു 6 മിനിറ്റോ 7 മിനിറ്റോ അങ്ങനെ എന്തോ ആണ്. പക്ഷേ ഇത് ഇത്തിരി ലോങ് ആയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇന്ന് എൻ്റെ സെമിനാറായിരുന്നു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ. അപ്പോൾ ഞാൻ സെമിനാറൊക്കെ നല്ല രീതിയിൽ സബ്മിറ്റ് ചെയ്തു. സ്കിൻ ഡിസോർഡർ ആയിരുന്നു എനിക്ക് തന്നിരുന്ന സബ്ജക്റ്റ്. ഓരോ സ്റ്റുഡൻസിനും ഓരോ ടൈപ്പ് സബ്ജക്റ്റാണ് കൊടുത്തിരുന്നത്. അങ്ങനെ രാവിലെ തന്നെ വന്ന് സെമിനാറൊക്കെ ഒന്നുകൂടിയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി, നല്ല രീതിക്ക് പറയാൻ പറ്റുമോ എന്നൊക്കെ നല്ല രീതിക്ക് ഒന്ന് ചെയ്ത് നോക്കി. മിസ്സ് വരുന്നതിന് മുമ്പ് തന്നെ എല്ലാം സെറ്റ് ചെയ്ത് മനസമാധാനമാക്കിയിരുന്നു. അതിന് ശേഷം കേട്ടോ ഫ്രണ്ട്സുമായിട്ടൊക്കെ സംസാരിക്കാൻ തുടങ്ങിയത്. ആയിരിക്കുന്ന കുട്ടിയുടെ പേര് അജിത എന്നാണ് കേട്ടോ. പുള്ളിക്കാരി നല്ല രീതിക്ക് കഥ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ കഥയൊക്കെ കേട്ട് ഞങ്ങൾ 3-4 പേര് ഇരിക്കുമായിരുന്നു അവിടെ. അതിനുശേഷം കുറേ കഴിഞ്ഞപ്പോൾ മിസ്സ് വന്നു. സെമിനാറൊക്കെ നല്ല രീതിക്ക് സബ്മിറ്റ് ചെയ്തു. ഒരുപാട് സന്തോഷമായി എനിക്ക്. നേരെ വീട്ടിലേക്കാട്ടോ വന്നേ. ഇന്ന് ഐഫാടെ സ്കൂളിലെ ആനുവൽ ഡേ ആണ്. അപ്പോൾ ഞാൻ എന്തായാലും ഉച്ചയ്ക്ക് പോവും. എങ്ങനെയും പ്രോഗ്രാം കഴിയുമ്പോൾ 10-11 മണിയാവുമെന്ന് പറഞ്ഞു. ഉച്ചയ്ക്ക് ശേഷം തുടങ്ങുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്തായാലും നോമ്പ് തുറക്കാനുള്ള ഐറ്റംസ് ഒക്കെ റെഡിയാക്കാമെന്ന് കരുതി. ഇത് നൂഡിൽസ് ആട്ടോ. അതെനിക്കല്ല, ഐഫാക്ക് വേണ്ടിയിട്ടാണ്. അവൾക്ക് ഉച്ചയ്ക്ക് ഒന്നും കൊടുത്തില്ലായിരുന്നു. അപ്പോൾ നോമ്പായതുകൊണ്ട് തന്നെ വീട്ടിലങ്ങനെ ഫുഡ് ഉച്ചയ്ക്ക് ടൈമിൽ കാണത്തില്ല. ഈവനിങ് ആണല്ലോ നമ്മളെ പാചകത്തിനൊക്കെ അടുക്കളയിൽ കയറുന്നത്. അപ്പോൾ ഐഫാക്ക് നൂഡിൽസ് ഉണ്ടാക്കി. നൂഡിൽസ് അങ്ങനെ ഞാൻ എപ്പോഴും കൊടുക്കാറില്ല കേട്ടോ. എനിക്കും നൂഡിൽസ് കൊടുക്കുന്നത് ഇഷ്ടമല്ല. കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹെൽത്തിന് നല്ലതല്ലാന്ന് എനിക്കറിയാം. പക്ഷേ ഇത്തരം അത്യാവശ്യ സാഹചര്യങ്ങളിൽ മാത്രമേ ഞാൻ കൊടുക്കാറുള്ളൂ. അതിനുശേഷം കൊണ്ടുപോകാനുള്ള കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തു വെച്ചു. ബിസ്ക്കറ്റ്, പിന്നീട് ചിക്കൻ കറി ഉണ്ടായിരുന്നു കേട്ടോ. കഴിഞ്ഞ ദിവസത്തെ ചിക്കൻ കറി ഉണ്ടായിരുന്നു. അത് ഫ്രിഡ്ജിലൊന്നും വെച്ചില്ല, അതിങ്ങനെ ചൂടാക്കി എടുക്കുന്നത്. അപ്പോൾ അതൊക്കെ എടുത്തു. അതിനുശേഷം ഇതാണ് കേട്ടോ ഐഫാടെ ഡ്രസ്സ്. ഞാൻ മുമ്പൊരു വീഡിയോയിൽ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു എടുത്ത മെറ്റീരിയൽ. അപ്പോൾ ഇത് വീട്ടിൽ എൻ്റെ ഉമ്മ സ്റ്റിച്ച് ചെയ്താണ് കേട്ടോ. അടിപൊളിയായിട്ട് സ്റ്റിച്ച് ചെയ്തു. ഇതൊക്കെ അവൾക്ക് വേണ്ടിയിട്ടുള്ള ആക്സസറീസാണ്. മാല, കമ്മൽ. ഇതിൽ വേറൊരു സംഭവം ഉണ്ട് കേട്ടോ, ഞാൻ പറയാം. ഇത് പാവാടയാണ് കേട്ടോ, ഇത് ഉടുപ്പ്. പിന്നീട് ഇത് ഷോളാണ്. ഇതിൻ്റെ ലേസൊക്കെ ഞങ്ങളുടെ കടയിൽ നിന്ന് എടുത്താണ് കേട്ടോ. ഈ ഇടുപ്പിൽ കിട്ടുന്നത് ഞങ്ങളുടെ കടയിൽ നിന്ന് എടുത്താണ്. ഞങ്ങൾക്ക് വെഞ്ഞാറമ്മൂട് കടയൊക്കെ ഉണ്ട്. ഈ വള ഐഫ സ്വന്തമായിട്ട് ഉണ്ടാക്കിയതാണ്. ഇതാണ് ഞാൻ പറയാമെന്ന് പറഞ്ഞത്. അവൾ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു വരുമ്പോൾ മാച്ചിങ് ആയിട്ട് റെഡ് കളർ വളയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന്. പക്ഷേ ഞാൻ ഈ സെമിനാറിൻ്റെ ടെൻഷൻ്റെ ഇടയ്ക്ക് അതൊക്കെ വിട്ടുപോയി. അതിനുശേഷം പിന്നെ അവൾക്ക് വേണ്ടിയിട്ടുള്ള ഫുള്ള് സാധനം ആ ബാഗിലുണ്ട്. ഇത് അവിടെ നടത്തിയ ഒരു കുഞ്ഞിൻ്റെ ആണ് കേട്ടോ. ഫോക്ക് ഡാൻസ് ആണ്. നല്ല ഭംഗിയുണ്ടായിരുന്നു. ആ കുട്ടി കളിക്കുന്ന കാണാൻ തന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഇത് വേറൊരു കുട്ടിയുടേത്. എല്ലാവരും ഒന്നിനൊന്ന് മിച്ചം കേട്ടോ. ഏകദേശം 68ഓളം പ്രോഗ്രാം ഉണ്ടായിരുന്നു. എല്ലാവരും അടിപൊളിയായിട്ട് ചെയ്തു. അപ്പോൾ എനിക്ക് കുറച്ച് മാത്രമേ വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ, എല്ലാം ഒന്നും എടുക്കാൻ പറ്റിയില്ല. എല്ലാ കുട്ടികളും വളരെ മനോഹരമായിട്ടാണ് ചെയ്തത്. അപ്പോൾ കുറച്ച് കുട്ടികളുടെ മാത്രം ഞാൻ ഇടയ്ക്ക് ജസ്റ്റ് ഒന്ന് എടുത്തായിരുന്നു. ഈ പ്രോഗ്രാം ഒക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. ക്ലാസിക്കൽ ഡാൻസ് നല്ല രസമുണ്ടായിരുന്നു. ഈ കുട്ടികൾ തന്നെ വേറെയും ഒരുപാട് ഡാൻസ് ക്ലാസിക്കലായിട്ടുള്ള കളിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാം നല്ല ഭംഗിയായിരുന്നു. അപ്പോൾ ഐഫാണ് കേട്ടോ അവിടെ നിന്ന് അനൗൺസ്മെൻറ്റ് ചെയ്യുന്ന. ഐഫായും പിന്നീട് ആ ഒരു ടീച്ചറും കൂടി, ആ ഒരു ഓറഞ്ച് കളർ ഇട്ടത് ആ സാരി ഇട്ട ഫുള്ള് ടീച്ചേഴ്സാണ് കേട്ടോ. അപ്പോൾ ഐഫാക്കൊക്കെ ഏറ്റവും ലാസ്റ്റ് പ്രോഗ്രാം ആയിരുന്നു ഐഫാടെ. 68 69 ആയിരുന്നു ഐഫാടെ ഏറ്റവും ലാസ്റ്റ് പ്രോഗ്രാം ആയിരുന്നു. അതുകൊണ്ട് തന്നെ അനൗൺസ്മെൻറ്റിനൊക്കെ ടീച്ചറിന് അവളെ ഹെൽപ്പ് ചെയ്തത്, നല്ല രീതിക്കൊക്കെ ഹെൽപ്പ് ചെയ്ത് എല്ലാമൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. എനിക്ക് ഒരുപാട് സന്തോഷമായി. ഇത്ര വലിയൊരു പ്രോഗ്രാമിന് അവളുടെ ടീച്ചർ അനൗൺസ്മെൻറ്റ് ചെയ്യാൻ അവളെ തന്നെ സെലക്ട് ചെയ്തതിൽ എനിക്ക് ഒരുപാട് സന്തോഷമായിരുന്നു. ഇടയ്ക്ക് പെട്ടെന്ന് ഫോൺ എൻ്റെ കയ്യിൽ നിന്ന് താഴെ വീണു കേട്ടോ. അപ്പോൾ എനിക്കാണെങ്കിൽ എടുക്കാനും പറ്റിയില്ല. ടക്കുന്ന് എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ബാഗും എൻ്റെ കയ്യിൽ നിന്ന് താഴെ പോയിട്ടോ. അതാണ് കേട്ടോ എഡിറ്റ് ചെയ്യുന്നതിൽ എനിക്കിത് എഡിറ്റ് ചെയ്ത് മാറ്റാനും പറ്റിയില്ല. പോട്ടെ കിടക്കട്ടെ. അപ്പോൾ ഇതാ ഐഫാക്ക് കുറേ പ്രൈസൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നിൽക്കുന്നത് ഞങ്ങളുടെ വാർഡ് മെമ്പർ, പിന്നീട് പഞ്ചായത്ത് പ്രസിഡൻറ്റ്, പിന്നീട് LC സെക്രട്ടറി, പിന്നീട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻറ്റ്, അതുപോലെ സ്കൂളിലെ HM, അങ്ങനെയുള്ള ആൾക്കാരാണ് കേട്ടോ സ്റ്റേജിലിരുന്നത്. ഐഫാക്ക് പ്രൈസ് കിട്ടിയതിൻ്റെ സന്തോഷം കേട്ടോ. ഇത് കിട്ടിയ ടൈമിൽ ഞാൻ അടുത്തില്ലായിരുന്നു. വീഡിയോ എടുത്തത് പോലും മുകളിൽ നിന്നാണ് എടുത്തത്. ആ ബിൽഡിങ്ങിൻ്റെ ടോപ്പ് സൈഡിൽ നിന്നാണ് എടുത്തത്. ഞാൻ നോമ്പ് തുറക്കാൻ വേണ്ടി ആ ടൈമിൽ പോയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം രണ്ടാമത് വീണ്ടും ഐഫാക്ക് പ്രൈസ് കിട്ടി കേട്ടോ. ആ ടൈമിൽ അവൾ പോകുന്ന ടൈമിൽ ഞാൻ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. എന്നോട് പറഞ്ഞു വീഡിയോ എടുക്കണേ എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയത്. അപ്പോൾ ആ ടൈമിൽ
ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അവൾക്കറിയായിരുന്നു കേട്ടോ ഞാനവിടെ ഇരുന്ന് വീഡിയോ എടുക്കുന്നെന്നുള്ളത്. നല്ല സന്തോഷം, എനിക്ക് ഒരുപാട് സന്തോഷമായിട്ട് കേട്ടോ. കാര്യം അവൾ CBSE സ്കൂളിലാണ് കഴിഞ്ഞ വർഷം വരെയും പഠിച്ചത്. ഈ ഒരു വർഷം മാത്രമാണ് സ്റ്റേറ്റിൽ പഠിച്ചത്. എന്നിട്ട് പോലും ഒരുപാട് പേര് എന്താ പറയുന്നത്, അവളെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേര് ആ സ്കൂളിലുണ്ട്. അവളെ ഇഷ്ടപ്പെടുന്നതും അവളുടെ ഓരോ വർക്കിലും കാര്യത്തിലും എനിക്ക് ഒരുപാട് സന്തോഷമായി. ഇന്ന് അവൾ അവിടെ മെയിൻ ടീച്ചറിൻ്റെ കൂടെ അനൗൺസ്മെൻറ്റ് ചെയ്യാൻ ഇത്രയും വലിയൊരു പ്രോഗ്രാമിന് കൂടെ ഇരുന്നെന്ന് കണ്ടപ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായി. പിന്നെ ഈ പ്രൈസൊക്കെ വാങ്ങുന്ന കണ്ടപ്പോഴും എനിക്ക് ഒരുപാട് സന്തോഷമായിട്ടോ. ഞാൻ അങ്ങനെ സ്കൂളിൽ എപ്പോഴും ഒന്നും പോകാറില്ല. അവളുടെ സ്കൂളിൽ PTA മീറ്റിങ്ങിനൊക്കെ പോകാറുള്ളൂ. പിന്നെ എന്തെങ്കിലുമൊക്കെ ആവശ്യം വരികയാണെങ്കിൽ പോവും. ഇതിപ്പോൾ 3ാമത് പ്രൈസ് കിട്ടുകയാണ് കേട്ടോ അവൾക്ക്. അവൾക്കും ഭയങ്കര സന്തോഷമായി. ഇടയ്ക്കിടയ്ക്ക് ഓരോ പ്രോഗ്രാം കഴിയുമ്പോൾ പറയും, എന്തുകൊണ്ടാണ് അതിന് പ്രൈസ് കിട്ടാത്തത്, എന്താ എനിക്ക് കിട്ടാത്തത് എന്നൊക്കെ എന്നോട് ചോദിക്കുമായിരുന്നു. മുമ്പ് CBSE സ്കൂളിലായിരുന്ന ടൈമിൽ അപ്പോൾ ഒരു പ്രൈസൊക്കെ കൊടുത്തു പോകുമായിരുന്നു. അപ്പോൾ ഇപ്പോൾ ചോദിച്ച ടൈമിലൊക്കെ ഞാൻ പറയുമായിരുന്നു അതൊക്കെ കിട്ടും, നീ വിഷമിക്കണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ എല്ലാം കൂടി അവസാന ടൈമിൽ കിട്ടിയപ്പോൾ ഒരുപാട് സന്തോഷമായി. അങ്ങനെ ഓടി വരുവാ കേട്ടോ. എന്താ പറയേണ്ടതെന്ന് എനിക്ക് തന്നെ അറിയില്ല. ഇത് 3ാമത് കിട്ടിയതാട്ടോ അവൾക്ക്. യെസ്, ദേണ്ടേ പോകുന്നു അടുത്തത് മേടിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ടീച്ചർ പറയുന്നുണ്ട് നിൽക്കുക കേട്ടോ. അതിന് മുമ്പ് വിളിച്ച കുട്ടികളൊക്കെ ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കുകയാണ് പ്രോഗ്രാമിന് വേണ്ടി. അപ്പോൾ അവർ വരാനൊന്ന് ഡിലേ ആയി. പൈഫർത്തോടെ ഒന്ന് നിൽക്കുക കേട്ടോ എന്ന് പറഞ്ഞിട്ട് പേര് ആദ്യം വിളിച്ച കുട്ടിയെ കയറ്റി വിടുകയാണ്. അവിടെ ഫുഡൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. സ്കൂളിൽ നോമ്പ് തുറക്കാൻ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എടുത്തു പറയേണ്ട കാര്യമായിരുന്നു. വളരെ നല്ല പരിപാടിയായിരുന്നു കേട്ടോ. എന്താ പറയേണ്ടത്, ആവേശം എന്നായിരുന്നു കേട്ടോ അവർ ആ പ്രോഗ്രാമിന് ഇട്ടിരുന്ന പേര് തന്നെ. മൊത്തത്തിൽ അടിപൊളിയായിരുന്നു. ഉച്ചയ്ക്ക് ശേഷമാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ആ നിൽക്കുന്ന പുള്ളിനെ അവൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് കേട്ടോ. ആ പുള്ളിക്കും അവളെ ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. അപ്പോൾ വീട്ടിൽ വന്നതിന് ശേഷം പറയുന്നുണ്ടായിരുന്നു അങ്കിളിന് എന്നെ ഭയങ്കര ഇഷ്ടമാണ്, നല്ല സ്നേഹമെന്നൊക്കെ. അങ്ങനെ എനിക്ക് തന്നെ ആ സ്കൂളിലുള്ള ഒരുപാട് പേരെ അറിയില്ല. PTA മീറ്റിങ്ങിലുള്ള ആൾക്കാരായിരുന്നാലും ശരി, അല്ലെങ്കിൽ ഔട്ട്സൈഡേഴ്സ് ആയിരുന്നാലും ശരി, എനിക്ക് തന്നെ ഒരുപാട് പേരെ അറിയില്ല. പക്ഷേ ഒരുപാട് പേർക്ക് അവളെ അറിയാം. ഐഫയുടെ ഉമ്മാണ് ഞാൻ എന്ന് പറഞ്ഞാൽ മാത്രമേ അവർക്ക് പോലും എന്നെ അറിയാവുള്ളൂ. ദേ പോകുന്നു അടുത്ത പ്രൈസ് വാങ്ങാൻ വേണ്ടിയിട്ട്. അങ്ങനെ അപ്പോൾ ഒരുപാട് സന്തോഷം. ഈ ഒരു വർഷം കൊണ്ട് തന്നെ അവൾക്ക് ഇത്രയും പേരെ അവൾക്ക് എന്താ പറയുന്നത്, സ്നേഹത്തോടെ അവളുടെ അടുത്ത് ചേർത്ത് നിർത്താൻ പറ്റി. ഇത്രയും പേര് അവർക്ക് ചേർത്ത് നിർത്താൻ പറ്റിയെങ്കിൽ ഉറപ്പായിട്ടും അത് അവളുടെ ഒരു പോസിറ്റീവായിട്ട് ഞാൻ കണക്കാക്കുന്നു. ഞാൻ ഇത്രയൊന്നും അവളുടെ നിന്ന് പ്രതീക്ഷിച്ചില്ല. കാര്യം കൂടിപ്പോയാൽ ഞാൻ ആ സ്കൂളിൽ പോയിട്ട് ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ നിൽക്കും. പക്ഷേ ഇന്ന് ഞാൻ പോയിട്ട് ഏകദേശം ഉച്ച തൊട്ട് രാത്രി 11 മണി വരെ നിന്നു കേട്ടോ. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എത്രത്തോളമാണ് അവിടെ ഉള്ളവർക്ക് അവളുടെ അടുത്തുള്ള സ്നേഹം, അവൾക്ക് അവരോടുള്ള സ്നേഹം എന്ന്. അതും വാങ്ങിച്ചിട്ട് വരുന്ന ഓട്ടോ ആണ് കേട്ടോ. ദൂരെ നീ എടുത്ത് കാണിക്കുന്നുണ്ട്, കണ്ടോ എന്നുള്ള രീതി ഇങ്ങനെ പൊക്കി പിടിച്ച ദൂരെ നീ വരും അങ്ങനെ. അപ്പോൾ അവളുടെ കൂട്ടുകാരികളൊക്കെ ഉണ്ടായിരുന്നു, ഫുള്ള് സപ്പോർട്ടോ. എല്ലാവരും നല്ല എനർജി ആയിരുന്നു കേട്ടോ. ഉച്ച തൊട്ട് നിൽക്കുന്ന ക്ഷീണമോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും കുട്ടിയൊക്കെ ഉണ്ടായിരുന്നില്ല. എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു. പിന്നീട് ബിരിയാണി സ്കൂളിൽ നിന്ന് കിട്ടിയതാണ്. അപ്പോൾ ഞാൻ അവൾക്ക് കൊണ്ടുവന്ന് കൊടുത്തു. കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം ഇത് കൊടുക്കുമ്പോൾ തന്നെ 8 മണി കഴിഞ്ഞു. അവൾക്ക് കിട്ടിയ എല്ലാ ട്രോഫിയും അവിടെ ഇരിപ്പുണ്ട് കേട്ടോ. എല്ലാം കെട്ടിപ്പിടിച്ച് പുള്ളിക്കാരി നിൽക്കുകയാണ്. ഇത് അവളുടെ കൂട്ടുകാരികളാണ് കേട്ടോ. അവരുടെ ആ പ്രോഗ്രാമിന് വേണ്ടിയിട്ടുള്ള കോസ്റ്റ്യൂമാണ്. അതിലൂടെ കണ്ണഞ്ചിക്കാൻ പോലും
ഈ ഒരു ഫോട്ടോയിൽ അപ്പുവിനെ കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇത് അപ്പു അല്ലേ എന്നുള്ളത്. ഏതോ ഒരു വലിയ കുട്ടി നിൽക്കും പോലെ എനിക്ക് തോന്നി കേട്ടോ. ഇതൊക്കെ അവളുടെ ഫ്രണ്ട്സാണ് കേട്ടോ. അവളുടെ ആ ഗ്രൂപ്പിൽ ഡാൻസ് കളിക്കാനുണ്ടായിരുന്ന കുട്ടികളാണ്. ആക്ച്വലി ഞാൻ ഈ ഡ്രസ്സിലുള്ള ഫോട്ടോസൊക്കെ എടുത്തപ്പോൾ എനിക്ക് തോന്നി അപ്പോൾ ഇത്ര പെട്ടെന്നാണ് വളർന്നതെന്ന്. ഇത് കണ്ടോ, ലാസ്റ്റ് ഫൈനലാട്ടോ. എല്ലാ പ്രോഗ്രാമും കഴിഞ്ഞ് എല്ലാവരും പോയതിനു ശേഷം ഏകദേശം 11 കാലം കണ്ടൊക്കെ ആയി. ഇത് ചുമ്മാ എല്ലാവരും കൂടി ഒരു എന്താ പറയുന്നത്, ഒരു ഫൈനലായിട്ട് എല്ലാവരും കൂടി ടീച്ചേഴ്സും കുട്ടികളും അപ്പോക്ക് ഇതോ സ്റ്റേജിൽ നിന്ന് കളിക്കുന്നുണ്ട് കേട്ടോ. അതാണ് ഞാൻ സൂം ചെയ്തെടുത്തത്. സത്യം പറഞ്ഞാൽ ആ ടൈമായിട്ട് പോലും വരാൻ ഒട്ടും താല്പര്യമില്ല കുട്ടികൾക്കും ടീച്ചേഴ്സിനും. എല്ലാവരും നല്ല സന്തോഷത്തോടെയാണ് നിൽക്കുന്നത്. അവരുടെ സന്തോഷം കാണുമ്പോൾ തന്നെ നമുക്ക് എന്താ പറയുന്നത്, ഇവിടെ വരാതിരുന്നെങ്കിൽ ഇത് മിസ് ചെയ്തതിനെന്നൊരു ഫീല് തോന്നി. ഒരുപാട് സന്തോഷമായി.